പട്ടാമ്പി ഒരു പിശുക്കനും ഉണ്ടായിരുന്നു. രണ്ട് പിശുക്കന്മാര്. കേരളത്തിലെ ഫേമസ് പിശുക്കന്മാരാണ്. ശരി. അപ്പൊ പട്ടാമ്പിയിലെ പിശുക്കൻ ഒരു തോന്നല് എന്റെ അടുത്തുള്ളൊന്നും ഒരു പിശുക്കല്ല. അല്ലല്ല, വടകരുള്ള പിശുക്കന്റെ അടുത്ത് ചെല്ലുകയാണെങ്കിൽ കുറച്ചും കൂടി പിശുക്ക് പഠിക്കായിരുന്നു എന്ന് പട്ടാമ്പിയിലെ പിശുക്കൻ ഒരു തോന്നൽ. അങ്ങനെ പട്ടാമ്പിന്ന് ഇയാള് കള്ളവണ്ടി കയറി. കാരണം പൈസ കൊടുക്കാൻ തോന്നണില്ല, പിശുക്കത്തരങ്ങാണ്. അങ്ങനെ കള്ളവണ്ടി കയറി വടകരെത്തി. വടകരെത്തി അവിടെ റെയിൽവേ സ്റ്റേഷനിൽ ഇങ്ങനെ ചെന്നിറങ്ങി അന്വേഷിച്ച് ഇവിടെ ഒരു പിശുക്കൻ ഉണ്ടല്ലോ, അയാൾ എവിടെ അന്വേഷിച്ചാ കാണുക എന്ന് ചോദിച്ച ഒരു സ്റ്റാളില്. അപ്പൊ ചായപ്പീടിയക്കാരൻ വേഗം ആ നിക്കണ ആള് തന്നെയാണ്, ആ തോളില് മുണ്ടിട്ട് നിക്കണ ആളാണ്. അങ്ങനെ വേഗം ചെന്ന് സലാം പറഞ്ഞു. അങ്ങനെ സലാമൊക്കെ മടക്കി രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും ചായക്കൊന്നും ക്ഷണിക്കണില്ല. കാരണം രണ്ടാളും പിശുക്കന്മാരാണ്. നിങ്ങൾ എവിടെയാന്ന് ചോദിച്ചു. ഞാൻ പട്ടാമ്പിയാണ്, ഞാനൊരു പിശുക്കനാണ് ആള്. അപ്പൊ ജനങ്ങളൊക്കെ എന്നെ പിശുക്കെന്നാണ് പറയണത്. അപ്പൊ എന്റെ അടുത്തുള്ള ഒന്നൊരു പിശുക്കത്തരല്ല, നിങ്ങളുടെ അടുത്ത് പുതിയത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പഠിക്കാന്നുള്ള നിലക്ക് പുതിയ പിശുക്ക് എന്തെങ്കിലും നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ പഠിക്കാൻ വേണ്ടി വന്നതാണ്. എന്നാ ശരി, അതിന്റെ നമ്മൾ വീട്ടിൽ പോവുക, ഇവിടുന്ന് ഇപ്പൊ റെയിൽവേ സ്റ്റേഷനിൽ ഇരുന്ന് അതിന്റെ ക്ലാസ് എടുത്താൽ ശരിയാവൂല എന്നും പറഞ്ഞു കണ്ട് ഇയാളെയും കൂട്ടി ഇയാള് വീട്ടിക്ക് പോയി. വീട്ടിൽ ചെന്ന് അങ്ങനെ രണ്ടാളും അങ്ങനെ സംസാരിച്ചിരുന്ന് സമയം രാത്രിയായപ്പോ പിശുക്കന്റെ മോള്, വടകരുള്ള പിശുക്കന്റെ മോള് വിളക്ക് കത്തിച്ചു. കരണ്ടില്ലാത്ത വീടാണ്. വിളക്ക് കത്തിച്ചു കൊടുന്ന് വെച്ചപ്പോ പട്ടാമ്പിന്ന് ചെന്ന പിശുക്കൻ പറയട്ടെ, എന്തിനാപ്പൊ വെറുതെ നമ്മളിവിടെ സംസാരിച്ചിരിക്കുമ്പോ ആ മണ്ണെണ്ണ വെറുതെ തീർക്കണ്. നമ്മളിപ്പോ ബുക്ക് നോക്കിയൊന്നല്ലല്ലോ പറയണത്, നമ്മൾ ഓരോ കാര്യങ്ങളത്തെ കുറിച്ച് ഇങ്ങനെ പിശുക്കിനെ കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. അതിനിപ്പോ വെളിച്ചൊന്നും വേണ്ട, ആ വിളക്കാണ് ഊതിക്കളിയൻ. അതില് വടകരത്തെ പിശുക്കൻ മനസ്സിലാക്കി, ഇവൻ നല്ല പിശുക്കൻ തന്നെയാണ്, ഇതൊരു നല്ല പിശുക്കത്തരാണ്. വെറുതെ ഇരുന്ന് വർത്താനം പറയണിപ്പോ വിളക്കിന്റെ ആവശ്യമൊന്നുമില്ല, വിളക്ക് അങ്ങോട്ട് ഊതി. കുറച്ച് കഴിഞ്ഞപ്പോ അകത്തുനിന്ന് ഒരു ധ്വനി, പിശുക്കന്റെ മകള്, ഇപ്പൊ ആ ചോറ് കാലായിക്കണ്, കൈ കഴുകിക്കോളി. അതില് പിശുക്കൻ തീപ്പെട്ടി എടുത്തുകാണ്ട് ഇങ്ങനെ വരുതാണ്. അപ്പൊ തീപ്പെട്ടി തണുത്തുകണ്, 2-3 വരതല വരുത്തിയിട്ട് ഇത് കത്തണില്ല. അപ്പോ പട്ടാമ്പിന്ന് എന്ന പിശുക്കൻ പറയാൻ നിക്കിട്ടോ, വിളക്ക് കത്തിക്കല്ലേ, ഞാനേ ഏതായാലും ഇപ്പൊ നമ്മൾ ഇരുട്ടത്തിരിക്കുകയാണ്, അപ്പൊ വെറുതെ ഈ ഉടുത്ത വെള്ളം കൊണ്ട് ചളി ആകണ്ടെന്ന് വിചാരിച്ചാണ് ഞാൻ അവിടെ അയച്ച് മടക്കി വെച്ചേക്കാണ്. ചളി ആയാലും ഇപ്പൊ ഒരു കഷ്ണം സോപ്പ് ചെലവാകണ്ടേ. അപ്പൊ അത് വേണ്ടല്ലോ, അത്രയും സമയം കയ്യും കാലും തട്ടിക്കാണ്ട് അതിൽ ചളി ആകണ്ടല്ലോ വിചാരിച്ചാണ് ഞാൻ അതവിടെ അഴിച്ച് മടക്കി വെച്ചിക്കണം. അതൊന്ന് ഉടുത്താട്ട് എന്നിട്ട് വിളക്ക് കത്തിക്കാം. അപ്പോ ആരാണ് ഏറ്റവും വലിയ പിശുക്കൻ? പട്ടാമ്പിന്ന് എന്നോൻ തന്നെയാണ് ഏറ്റവും വലിയ പിശുക്കൻ. അപ്പോ എന്ന് പറഞ്ഞ ആരിന്റെ അമ്മായി കൊടുക്കാൻ തുടങ്ങിയ ഒരു പിശുക്കത്തരവും ഇല്ല. അപ്പൊ പിശുക്ക് എന്ന് പറഞ്ഞ സംഗതി എന്താന്ന് എന്റെ അമ്മായിക്ക് അറിയില്ല. അതുകൊണ്ടാണ് 50 ആളോട് ഞങ്ങൾ ചെല്ലാൻ പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ 50 ആള് ഒരു മിനി ബസ് വിളിച്ചിട്ടാണ്, ഒരു 407 വാൻ വിളിച്ചിട്ടാണ് ഞങ്ങൾ പോയത്. ഞങ്ങള് അമ്മായിന്റെ വീട്ടിന്റെ അടുത്ത് റോഡ് സൈഡില് വണ്ടി സൈഡാക്കി എല്ലാവരും പാടത്തേക്ക് ചാടി. വരാലെ പാടത്ത് കൂടി വണ്ടി പോകൂല, ഒരു വരമ്പ് അങ്ങോട്ട് നടന്ന് കയറാണ്ട് അമ്മായിന്റെ വീട്ടിക്ക് നേരിട്ട് റോഡില്ല. അങ്ങനെ ഞങ്ങൾ ആ റോഡ് സൈഡിൽ എല്ലാവരും വണ്ടി നിർത്തിക്കാണ്ട് 50 ആളും കൂടി അമ്മായിന്റെ വീട്ടിൽ അങ്ങോട്ട് കയറി ചെന്ന് അമ്മായി ഞങ്ങളെ കണ്ടപാടൊരു ഒറ്റ ഓട്ടം. ആളെ കണ്ട് പേടിച്ചതല്ല, അമ്മായി ചൂലെടുക്കാൻ വേണ്ടി ഓടിയതാണ്. അടിച്ച് പുറത്താക്കാനല്ലടോ, അടിച്ച് വൃത്തിയാക്കാൻ. കുട്ടികൾ അവിടെ കടലാസും കണ്ട അതും ഇതൊക്കെ ചപ്പ് ചവറുകളൊക്കെ ചീന്തി ഇട്ടുകണകത്ത്. അപ്പൊ അത് അടിച്ച് ക്ലിയർ ആക്കാൻ വേണ്ടിട്ട് അമ്മായി ചൂല് ഇട്ടിങ്ങോട്ട് വന്ന് അടിച്ച് വൃത്തിയാക്കി. അമ്മായി ഞങ്ങളെ കണ്ടപാട് അലാക്കിന്റെ സൽക്കാരം. പൊയ്ക്കോടുന്നു എൻ്റെ ഒരു ജീൻസും ടീഷർട്ടും. ഇവിടെ നോമ്പ് തുറക്കുമ്പോൾ ഒരു തുള്ളി കട്ടൻ ചായ കൊല്ലി പറഞ്ഞെങ്കിൽ പഞ്ചാരം ചായപ്പൊടിയും കിട്ടിയിട്ട് വേണം. അപ്പോഴാ ഓൻ്റെ ഒരു എങ്ങോട്ടാണാവോ ഈ സമയത്ത്? നിക്കാ സൗക്കത്താജിനൊന്ന് കാണണം. എന്നെ മുക്രിപ്പണിന്ന് പിരിച്ചു വിട്ടത് നിങ്ങൾ അറിഞ്ഞില്ലേ? മൂപ്പരെ കണ്ടൊന്ന് സംസാരിക്കണം.
പറ്റുമെങ്കിൽ എന്നെ തിരിച്ചെടുക്കാൻ പറ്റുമെന്ന് ചോദിക്കണം. പിന്നെ കുറച്ച് ശമ്പള ബാക്കി തരാനുണ്ട്, അതും വാങ്ങണം. പിന്നെ ഞാൻ വിളിച്ചതേ വേറൊരു കാര്യം പറയാനാ. ഞാനെന്നാ അങ്ങനെയൊന്നും വിചാരിച്ചില്ല. ഓള് ഞങ്ങളോടൊന്നും പറഞ്ഞില്ല. അസ്സലാമലൈക്കും. ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്ത് കാര്യം? ആ പണി എനിക്ക് തന്നെ തിരിച്ചു തരികയാണെങ്കിൽ വലിയ ഉപകാരമായിരുന്നു. അപ്പണി എനിക്ക് ശരിയാവില്ല. അങ്ങനെ പറയല്ലേ, എനിക്കതല്ലാതെ വേറെ ഒരു പണി അറിഞ്ഞൂടാ. എന്റെ ശമ്പളമാക്കി തരുന്ന കാര്യം ചർച്ച ചെയ്യാൻ വേണ്ടി ഞാൻ 2-3 വട്ടം കമ്മിറ്റി യോഗം വിളിച്ച് കൂട്ടിയതാ. പക്ഷെങ്കിൽ കോർന്ന് ചെയ്യണ്ടേ? ഇനിയിപ്പോ ഏതായാലും പെരുന്നാൾ ചെയ്യട്ടെ. ആരോ ഓന്റെ കാര്യം എന്നോട് പറയണ്ട. ഇന്നെ തോപ്പിക്കാനും വേണ്ടി ചെങ്കോടി വീരാനും ബോട്ട് മറിച്ചുത്തിയാനാണ് അവൻ. 3 ലക്ഷം ഉറുപ്പ്യ ഞാൻ പൊട്ടിച്ചേ. എന്നിട്ടോ 2 ബോട്ടിലാണ് ഞാൻ തോറ്റേ. വിടുവാനാ ഇന്റെ മോനെ. ആ എന്താ നോമ്പല്ലേ? ഇത് അമ്മായി കാക്ക. മൈലാഞ്ചിക്കര ഗ്രാമത്തിന്റെ എല്ലാമെല്ലാമാണ് ഇദ്ദേഹം. ഇരുണ്ടും വെളുത്തും കാലം നീങ്ങുന്ന ഈ ഗ്രാമത്തിലെ എല്ലാ സംഭവങ്ങളിലും അമ്മായി കാക്കയുടെ ഇടപെടലുകളുണ്ട്. എങ്ങനെ യുദ്ധമൊക്കെ ഇല്ലാണ്ടായി? അതങ്ങനെ എങ്ങനെ ഇല്ലാണ്ടായി? അത് അങ്ങനെ ഇങ്ങനെയൊന്നുമല്ല, പിന്നെ ഇടപെടലുണ്ട്. ഇടപെടലുണ്ട്. ഒരു മേശന്റെ അപ്പുറത്തും ഇപ്പുറത്തും നിന്ന് പറഞ്ഞാൽ തീരാത്തൊരു യുദ്ധമില്ല. ഞാൻ പ്രശ്നത്തെ പറ്റിയൊന്ന് പഠിക്കട്ടെ. എന്തിനും ക്ഷമയാണ് ആവശ്യം. നിങ്ങൾ പഠിച്ചിടുമ്പോഴേക്കും ഭൂമി മലയാളം മുഴുവൻ കത്തിയിട്ടുണ്ടാവും. നമ്മളെ ചെറിയ ബുദ്ധി തോന്നിയൊരു വിവരം നമ്മൾ നിങ്ങളോട് പറയാ. പത്രം കൊടുക്കല് വാസുവിന്റെ ജീവിത പ്രശ്ന. പത്രം കിട്ടുക എന്നുള്ളത് നാട്ടുകാരുടെ ആവശ്യമാണ്. അതുകൊണ്ട് MIT നന്നാക്കണത് വരെ വാസു കൊടുക്കണ പത്രം ദാമോദരൻ എല്ലാ വീട്ടിലാണ്ട് എത്തിക്കുക. ദാമോദരന്റെ ഭാര്യയ്ക്ക് ഇഞ്ഞ് ഗർഭം ഉണ്ടാകണത് വരെ
വാസുവിന്റെ കൂടെ അങ്ങോട്ട് താമസിക്കട്ടെ. അവിടെ നിൽക്കുക. എന്താ കാട്ടിയത്? ചെറുപ്പക്കാർക്ക് ബജ്ജി എടുക്കാനും പറ്റൂലേ? തരം കിട്ടിയ പീഡിപ്പിക്കൂലേ? കാലിലെ ചെരുപ്പ് ഊരും പാത്തു. ഈ ബിലീസിന്റെ സന്തതി. എടാ അദ്ദോ, ആ മേൽവിലാസം ഇല്ലാത്ത കത്തു അനക്ക് എന്നെ കിട്ടിയില്ലേ? അവിടെ നിക്കടാ, തിരിഞ്ഞു നിക്കടാ, ഇങ്ങോട്ട് തിരിയടാ, തൊള്ള കാട്ടടാ, തിന്നടാ, മുഴുവൻ തിന്നടാ, ചാടടാ, നിക്കടാ, ഇങ്ങോട്ട് നോക്കടാ. എടാ നിന്നോട് പറഞ്ഞ് ഇങ്ങോട്ട് നോക്കാൻ. എടാ നീ ഒരു നേതാവിന്റെ നായാണ്, അത് നീ മറക്കരുത്. പടച്ചിപ്പാത്തൂര് വീടത്. കാക്കോയ് നിങ്ങളോട് ചോദിച്ചത്, നിങ്ങളെന്തീ കറണ്ട് അടിച്ച മാറിക്കണേ? ഈ പടച്ചിപ്പാത്തൂര് വീട് പറയുന്നു, പാത്തൂര് വീടത്. ഓ 110 kV കറണ്ടാണ് നീ എൻ്റെ അടുത്തേക്ക് വരണത്. ക്ഷമിക്കണം, ഹൗസ് വാമിങ്ങിന് വരാൻ പറ്റില്ല. സാരമില്ല, വന്നല്ലോ. നിങ്ങളിരിക്കെ. താൻ ചോദിക്കേ ഈ ടൈൽസ് എവിടുന്നാണ്? നമ്മുടെ വീടിന് തന്നെ മതി. എന്താ ഒരു ചർച്ച? ഈ ടൈൽസിനെ കുറിച്ചാ? വളരെ നന്നായിരിക്കുന്നു, നല്ല ഫിനിഷിംഗും. ഇത് എവിടുന്നാ? ഫാൽക്കൺ സെറാമിക്സിൽ നിന്നും. ഫാൽക്കൺ സെറാമിക്സ് വിവിധ വർണ്ണങ്ങളിലും ഡിസൈനുകളിലുമുള്ള സെറാമിക്സ് ടൈൽസുകളുടെയും പ്രശസ്ത കമ്പനികളുടെ സാനിറ്ററി ഐറ്റംസുകളുടെ വൻ ശേഖരവും കൂടാതെ വാർമുറ ടൈൽസിന്റെ മൊത്ത വിതരണക്കാരും കൂടിയാണ് ഫാൽക്കൺ സെറാമിക്സ്. ഞാൻ സജസ്റ്റ് ചെയ്യുന്നു, നിങ്ങളുടെ വീടിനും ഫാൽക്കൺ സെറാമിക്സിൽ നിന്നുമുള്ള ടൈൽസ് മതിയെന്ന് ഞങ്ങളും തീരുമാനിച്ചു കഴിഞ്ഞു. ഫാൽക്കൺ സെറാമിക്സ്, NH റോഡ്, വെന്നിയൂർ, കോട്ടക്കൽ. ഉന്നത ഗുണനിലവാരം, മികച്ച മൂല്യം.